എന്താ ഇവര് മുജാഹിദുകളോട് സലാം പറയാത്തത്? എന്താണ് ഇവര് ഇത്ര കടുംപിടുത്തം പിടിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ, അവർക്ക് അതിനെക്കുറിച്ച് യാഥാർത്ഥ്യം മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമ്മൾ മുജാഹിദിന് സലാം പറയാൻ തയ്യാറാണ്, ജമാഅത്തെ ഇസ്ലാമിക്കും സലാം പറയാൻ തയ്യാറാണ്. പക്ഷെ അവർ നമ്മളെ മുസ്ലിമീങ്ങളായി കാണണം. നമ്മൾ മുഷ്രിക്കുകളാണെന്നാണ് അവരുടെ വാദം. സുന്നികൾ മുഷ്രിക്കുകളാണെന്നാണ് അവർ പറയുന്നത്. എന്തിന്റെ പേരിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം തേടിയതിന്റെ പേരിൽ. ഞാൻ തേടാറുണ്ട്. ഞാൻ അവിടെ മദീനത്ത് പോകുമ്പോഴും ഇവിടെ നിന്നും ഒക്കെ മുത്തുനബിയോട് സഹായം തേടാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സൗദി ഗവൺമെന്റ് നമ്മളെ പഠിപ്പിച്ചു തന്നതാണ്. നോക്കൂ നിങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിന്റെ ഭിത്തിയിൽ കാണാം, സലാം പറഞ്ഞു പോകുന്ന ആ ഭാഗത്ത്, അതുപോലെ പെർമിറ്റ് എടുത്ത് നിസ്കരിക്കുന്ന ആ മാ ബൈന ബൈത്തി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം, അത് സ്വർഗീയ തോപ്പാണ് എന്ന് പറഞ്ഞ മുത്തുനബി പറഞ്ഞ ആ സ്ഥലം അവിടെ എഴുതി വെച്ചിട്ടുണ്ടത്. ആ സ്ഥലത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇടത് ഭാഗത്താണ് മുത്തുനബിയുടെ ഖബർ ഷരീഫ് ഉള്ളത്. ആ ഭാഗത്ത് പച്ച പെയിന്റ് അടിച്ച ആ ഭാഗത്തിന്റെ മുകളിൽ എഴുതി വെച്ചതായിട്ട് കാണാൻ കഴിയും. യാ മൻ തഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽ വാഹിദിൽ ഫർദി ലം യുലദ് വലം യലിദി യാ മൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഇഹി ഫറവൽ ജയ്ശ ബിൽ മദദി. ഓ നബിയേ ഞങ്ങളെ സഹായിക്കണം, ഓ നബിയെ എന്നെ സഹായിക്കണം എന്ന് തുടങ്ങുന്ന വരികൾ മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞ് മുത്തുനബിയുടെ സ്ഥാനങ്ങൾ വാനോളം പുകയെത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലിലൂടെ വെള്ളം, മുഅ്ജിസത്ത് പ്രകാരം വെള്ളം ലഭിച്ച് സൈന്യത്തിന് സഹായം കൊടുത്ത വലിയ ബറക്കത്തുള്ള നബിയെ എന്നെയും സഹായിക്കണം എന്ന് പറയുന്ന വരികൾ, ആ വരികൾ സൗദി ഗവൺമെന്റാണ് നമ്മളെ പഠിപ്പിച്ചത്. ചിലതവർ മായിച്ചിട്ടുണ്ട്, ചില വഹാബിസം അവരുടെ ഉള്ളിൽ കടന്നുകൂടിയത് കൊണ്ട്. അപ്പോ അത്തരം വരികൾ വിളിച്ച് മുത്തുനബിയെ വിളിച്ച് സഹായം തേടുന്ന നമ്മളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന മുജാഹിദിനോട് നമ്മൾ എങ്ങനെ സലാം പറയാനാ? അവരിങ്ങോട്ട് സലാം പറഞ്ഞാൽ എങ്ങനെ നമ്മൾ സലാം അടക്കാനാ? അപ്പോ എന്താണ് ഈ സാധാരണ തെറ്റിദ്ധരിച്ച ആളുകൾ മനസ്സിലാക്കേണ്ടത്? ആദ്യം സുന്നികളെ മുസ്ലിമാണോ അല്ലേ എന്നുള്ളത് അവരെ കൊണ്ടൊന്ന് അംഗീകരിപ്പിക്കുക. നിങ്ങളൊന്ന് ശ്രമിക്കും. നമ്മൾ സലാം പറയാത്ത ഒരു പരാതിയുള്ള ആളുകളോടാ പറയുന്നത്. അവരംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറാകൂല. അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മളും സലാം പറയാൻ തയ്യാറാണ്. അവരുടെ പുത്തൻവാദ ചിന്താഗതിയിൽ നിന്ന് അവർ മാറി വരണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവർക്കൊക്കെ നല്ല ബുദ്ധി അള്ളാഹു നൽകട്ടെ. ഈമാന്റെ വഴികൾ, ഹിദായത്തിന്റെ വഴികൾ അവർക്കും നമുക്കൊക്കെ അള്ളാഹു തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.